എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ആദ്യത്തെ അധ്യായമായ കനകച്ചിലങ്കയുടെ വേറൊരു പാഠഭാഗമാണ് ഒളിച്ചുകളി. അപ്പൊ ഇതിനു മുന്നുള്ള കവിതകളും ചെറുകഥയും എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ ഒളിച്ചുകളി എന്ന് പറയുന്നതിൽ കുമാരനാശാന്റെ ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ തോട്ടത്തിലെ എട്ടുകാലി എന്ന കവിതയാണിത്. കുമാരനാശാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 1873 ജനിച്ച് 1924 കാലഘട്ടം വരെ ജീവിച്ച ഒരു മഹാകവിയായിരുന്നു. വീണപൂവ്, ലീല, ചിന്താവിഷ്ടിയായ സീത, ദുരവസ്ഥ, അങ്ങനെ ഒരുപാട് കൃതികൾ എഴുതിയ ഒരു കവിയാണ് അദ്ദേഹം. അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്തെ കുറിച്ച് കുറച്ചുകൂടി അറിയാം. ഈ ഒരു പാഠഭാഗത്തിന്റെ പേര് ഒളിച്ചുകളി എന്നാണ്. ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടുപിടിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. കവിതയിലും ചില ഒളിപ്പിച്ചു വെക്കലുണ്ട്. അത് കണ്ടെത്തൽ രസകരമാണ്. ആരെക്കുറിച്ചാണ് ഈ കവിത? കണ്ടെത്തൂ. അപ്പൊ അവിടെ തന്നെ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ കവിത വായിച്ചിട്ട് ഇതിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കളി എന്നതുകൊണ്ട് ഇതിൽ അർത്ഥമാക്കുന്നത് ഇതിലെ ചില വാക്കുകൾ നമ്മൾ കാക്കിരിപ്പൂക്കിരിയിൽ കേട്ടതുപോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വാക്കുകളായിരിക്കില്ല. ചില വാക്കുകളുടെ അർത്ഥം ടീച്ചർ പറഞ്ഞു തരണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഒരു ഒളിച്ചുകളിയായിട്ട് കണ്ടത്. നിങ്ങൾ വലിയ കുട്ടികളായി വളരുകയാണ്. അപ്പോൾ ഇനി വരുന്ന മലയാള ഭാഷയും അതുപോലെ കുറച്ചുകൂടി കട്ടിയായി വരും. അപ്പൊ അതിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പയ്യെ മലയാള ഭാഷയെ കുറച്ചുകൂടി അറിയണം. അതാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ ലക്ഷ്യം. അപ്പൊ നമുക്ക് ആ പാഠഭാഗത്തിലെ കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൽ തന്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ 4 ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി വെളുത്ത കണ്ണി വെച്ചെഴും വിചിത്ര രൂപനാരിവൻ. അതെ, ഈ ഒരു കവിത വായിച്ചപ്പോൾ നിങ്ങൾക്കറിയാം ഇതിലെ പല വാക്കുകളുടെയും അർത്ഥം നിങ്ങൾക്കറിയില്ല. അപ്പൊ നമുക്ക് ആദ്യം അത് പരിചയപ്പെടാം. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൽ തന്റെ ശാഖയിൽ. തളിർക്കുക എന്നതുകൊണ്ട് അർത്ഥം പുതിയ ഇലകൾ ഉണ്ടാവുക എന്നാണ്. അപ്പൊ നമ്മൾ ഒളിച്ചുകളിയിൽ ഒരു വാക്ക് കണ്ടുപിടിച്ചു അല്ലെ. അടുത്തത് തളിർത്തുലഞ്ഞു. അവിടെ പറയുന്നുണ്ട് ഉലഞ്ഞ്. ഉലഞ്ഞെന്ന് വെച്ചാൽ എന്താ? ആടുക. അതെ, ആടുക എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. തരുക്കൾ എന്നാൽ മരങ്ങളാണ്, ശാഖ എന്നാൽ കൊമ്പാണ്. അപ്പോ നിറയെ ഇലകളുള്ള മരത്തിന്റെ, അത് മാത്രല്ല ആ മരം എങ്ങനെയാണ്? ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആടിക്കൊണ്ടിരിക്കുന്ന ആ മരത്തിന്റെ ശാഖയിൽ, കൊമ്പിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ 4 ഭാഗവും. രശ്മി എന്ന് പറയുന്നത് എന്താണ്? കിരണം, സൂര്യകിരണത്തിനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ കിരണം പോലെ തോന്നിപ്പിക്കുന്ന 4 ഭാഗവും നീണ്ട കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി. കുളത്തിനുള്ളിൽ കാണുന്ന മർക്കൻ സൂര്യനാണ്. നമ്മൾ കുളത്തിനുള്ളിൽ കാണുന്ന സൂര്യന്റെ ബിംബമൊത്തു കാറ്റിലി. ബിംബമില്ലേ, ബിംബം എന്താണ്? അതിന്റെ രൂപം അല്ലെങ്കിൽ പ്രതിബിംബം എന്നൊക്കെ പറയാം. വെളുത്ത കണ്ണി വെച്ചെഴും വിചിത്ര രൂപനാരിവൻ. ആ ഒരു ഭാഗം എത്തുമ്പോഴാണ് ഇവിടെ എന്താ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വെളുത്ത കണ്ണി വെച്ചെഴും. കണ്ണി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വലയെയാണ്. വല വിരിക്കുന്ന വിചിത്ര രൂപൻ ആരാണ് എന്ന്. വിചിത്ര രൂപൻ ആരാണ്? വിചിത്രം എന്ന് പറഞ്ഞാൽ എന്താ? കൗതുകം ജനിപ്പിക്കുന്ന ആ വിചിത്ര രൂപൻ ആരാണെന്ന്. വല വിരിക്കുന്ന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആരെക്കുറിച്ചാണ് അവരുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചിലന്തിയെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു കവിത എന്തിനെ പറ്റിയായിരുന്നു? ചിലന്തിയെ പറ്റിയാണ്. കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ തോട്ടത്തിലെ എട്ടുകാലി എന്ന കവിതയാണിത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എട്ടുകാലിയെ കുറിച്ചാണ്. നമുക്ക് അപ്പൊ ഈ ഒരു കവിതയ്ക്ക് വേറൊരു പേര് കൊടുക്കാം. എന്ത് കൊടുക്കാം? കള്ളച്ചിലന്തി എന്നോ വിചിത്ര രൂപമെന്നോ വലകെട്ടുന്ന എട്ടുകാലി ഉള്ളവെന്നോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു പേര് അതിന് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ പാഠഭാഗത്തിൽ പരിചയപ്പെട്ട പുതിയ വാക്കും അതിൻ്റെ അർത്ഥവും കൂടി നല്ല രീതിയിൽ നോക്കണം. നന്നായി മനസ്സിലാക്കി പഠിക്കണം. എങ്കിൽ മാത്രമേ എക്സാമിന് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ ആദ്യത്തെ വാക്കാണ് തളിർക്കുക. തളിർക്കുക എന്ന് പറഞ്ഞാൽ പുതിയ ഇലകൾ ഉണ്ടാകുക എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്ത വാക്കാണ് ഉലഞ്ഞ്. ഉലഞ്ഞ് എന്ന് വെച്ചാൽ ആടുക. തരുക്കൽ മരങ്ങൾ, ശാഖ കൊമ്പ്, രശ്മി കിരണം, അർക്കൻ സൂര്യൻ,
ബിംബം, പ്രതിബിംബം, നിഴൽ. അപ്പോൾ ഇത്രയും നന്നായിട്ട് തറവാക്കണം. ഒന്നുകൂടി നോക്കാം. തരു മരം, രശ്മി കിരണം, ബിംബം നിഴൽ, ഉലയുക ആടുക, ശാഖ കൊമ്പ്, അർക്കൻ സൂര്യൻ, വിചിത്രം കൗതുകം, രൂപം വടിവ്. നിങ്ങളിതെല്ലാം തന്നെ ഒരു 5 ടൈംസ് എഴുതി തന്നെ പഠിക്കുക. ഈ അർത്ഥങ്ങൾ മനസ്സിൽ മനഃപ്പാഠമാകണം. ഓരോ പാഠഭാഗം കഴിയും തോറും അത് നിങ്ങൾ നന്നായി പഠിച്ച് പോവുക. അപ്പോൾ എക്സാമിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതിയായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടിയായിരിക്കും. കാരണം 2ാം ക്ലാസ് പോലെയല്ല 3ാം ക്ലാസ്. 2ാം ക്ലാസ് വരെ വളരെ സിമ്പിളായി നിങ്ങളെ വളരെ കുട്ടികളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്ത് പോകുന്നത്. 3ലായപ്പോൾ നിങ്ങൾ ഒരുപാട് വലുതായി എന്നല്ല, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതുപോലെയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മനസ്സിലാക്കി ഓരോ പാഠവും വ്യക്തമാക്കി മനഃപ്പാഠമാക്കി പഠിച്ചു പോവുക. എക്സാമിന് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുവാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പാഠഭാഗവുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.